ഇന്ന് നമ്മുടെ അതിഥി വളരെ സവിശേഷതയാർന്ന ഒരു വ്യക്തിത്വമാണ്. ഇന്ത്യയുടെ ഒരേ ഒരു കമല സുരയ്യ. അമ്മ സ്വാഭാവികമായിട്ടും അവരമ്മയായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അഭിമുഖത്തിലുടനീളം ഒരമ്മയോടുള്ള ചോദ്യങ്ങളായിരിക്കും. പക്ഷെ അമ്മയിൽ നിന്നും മകളായിട്ടും ഒരു യുവതിയായിട്ടും ഒരു കുട്ടിയായിട്ടും അവർ മാറുമെന്ന് വിചാരിക്കാം. സ്വാഗതം. സ്വാഗതം. നമസ്കാരം. നമസ്കാരം. എനിക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ അല്പം പകച്ചാ നിൽക്കുന്നത്. എങ്ങനെ നിങ്ങൾ പ്രതികരിക്കുന്നതിനെ കുറിച്ച് എനിക്കൊരു ഭയങ്കര ഭയാശങ്കകളുണ്ട്. ശരി, സാധാരണ ആളുകൾക്ക് ഉണ്ട് പേടി, പിടിച്ചടിച്ചല്ലോ. വളരെ ഇമ്പൾസീവായിട്ട് പഠിപ്പോ അയ്യ മോനെ, എൻ്റെ കൈ ഒടിഞ്ഞിരിക്കുന്നു, അപ്പം അടിയൊന്നും ഉണ്ടാവില്ല. എന്നാലും ആ സംസാരത്തിലുള്ള ആ വാശിക്കൊന്നും ചൂരിനൊന്നും ഒരു കുറവും തട്ടില്ലല്ലോ. പൊളിച്ച് കളഞ്ഞു, അടിച്ച് പൊളിച്ച് തീരെ വയ്യ. മനസ്സിനൊരു വാർദ്ധക്യമില്ലെന്ന് എല്ലാവരും പറയാറുണ്ട്. വാർദ്ധക്യമൊന്നും ആയിട്ട് എന്തായാലും വാർദ്ധക്യം ആവാനിയും ഒരു 15 കൊല്ലം വേണം. അങ്ങനെ അത്ര എളുപ്പത്തിലൊന്നും സിനേല ഉണ്ടേ, ഇതൊന്ന് വീണു അല്ലേല്ലോ. ബിക്കോസ് നടക്കാൻ പാടില്ലാത്ത അത്ര ഫാസ്റ്റായിട്ട് നടന്നു വീണു. അമ്മ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മളൊരു നിശ്ചിത ഫ്രെയിം വർക്കിലുള്ളൊരു ഇൻ്റർവ്യൂ അല്ല. നമ്മളതിനെ സ്വച്ഛന്തമായിട്ടങ്ങ് വിടാം, എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ. ഇപ്പം അമ്മ തന്നെ പറയാറുണ്ട്, അതായത് മനസ്സിൻ്റെ വികാരങ്ങളെ തടഞ്ഞു നിർത്തുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിൻ്റെ വഴിക്ക് വിടുന്നുള്ളത്. അതിൻ്റെ വഴിക്ക് വിടുകയാണെങ്കിൽ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു 42 മുതൽ കഥയുടെയും കവിതയുടെയും ലോകത്താണ് അമ്മ വിഹരിക്കുന്നത്. ഇതൊരു സംതൃപ്തിയായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. 42 കഥ എന്ന രീതിയിലൊരു കുട്ടി, ഒരു മലയാള കഥ അല്ലേ, ചെറിയ കുട്ടിയമ്മ 10 വയസ്സ്. അത് ശരിയാ. എന്നിട്ട് അതിലെഴുതിയിട്ടുണ്ട് 9 വയസ്സ്. അത് 2 ആളുകൾക്ക് ഇംപ്രസ് ചെയ്യാൻ. ആക്ച്വലി ഇറ്റ് ഇസ് സച്ച് എ ഹോറബിൾ സ്റ്റോറി. ബട്ട് 10 റുപ്യ കിട്ടി. 10 രൂപ കിട്ടിയത് മാതൃഭൂമി. പക്ഷേ ആ മാതൃഭൂമിയുടെ ഒരു ഉടമസ്ഥത ഭാവമാണോ ആ 10 രൂപ നേടുത്തുന്നത്, അതെയോ കഥയുടെ ഒരു മൂല്യമായിരുന്നു? കഥ ആളുകളെ കരയിപ്പിച്ചു. ഇപ്പോഴത്തെ സീരിയലിൻ്റെ മാതിരി ഇരുന്നിട്ട് അന്നത്തെ ടേസ്റ്റും ഇപ്പോഴത്തെ ടേസ്റ്റും ഒരേ മാതിരി കരയിപ്പിക്കണം കഥ. അങ്ങനെയായിരുന്നു. സെൻറ്റിമെൻ്റൽ, ഒരു കുളിക്കാൻ ഉപയോഗിക്കുന്ന സ്പോഞ്ച് മാതിരി വെള്ളം നിറഞ്ഞ് അതൊക്കെ പിഴിഞ്ഞ് കളഞ്ഞുമ്പോൾ കഥ വായിച്ച ആളും ആ സ്ഥിതിയാവും, ഇനേർട്ട്. പക്ഷേ അമ്മ ആൾക്കാരെ കരയിപ്പിക്കുക മാത്രമല്ല, എനിക്കൊന്ന് ഒരുപാട് മനസ്സുകളെ പ്രക്ഷുബ്ധമാക്കിയിട്ടുണ്ട്. അതിപ്പോഴല്ലേ, ഒരു 40 കൊല്ലമായിട്ട്, 50 കൊല്ലമായി. ചെറിയ കുട്ടിയാകുമ്പോൾ അത്ര വലിയ ഒന്നുമില്ല. ചെറിയ കുട്ടികളാകുമ്പോൾ ഐ തിങ്ക് ഐ വാസ് എ വെരി ഗുഡ് ചൈൽഡ്. പാവം, സാധുവായിരുന്നു. വളരെ സാധുവായിരുന്നു. എൻ്റെ ജ്യേഷ്ഠനെ ഇങ്ങനെ ബഹുമാനിച്ച് ആദരിച്ച്, പിന്നെ അങ്ങ് നാടകം എഴുതും, സ്റ്റേജ് ചെയ്യും. അങ്ങനെ കുട്ടിക്കാലം മുതൽക്ക്. ഏത് വേഷത്തിലായിരുന്നു അപ്പോൾ നാടകത്തിൽ? നൂർജഹാൻ. അന്ന് മോശക്കാരിയായിട്ട് ഒരിക്കലും വരില്ല. അയ്യോ, മോശക്കാരി ആയിട്ടുള്ള റോളുകൾ ബാക്കിയുണ്ടല്ലോ കുറേ ആൾ എടുക്കാൻ. നമുക്ക് നൂർജഹാൻ. എന്നിട്ട് കാതിലൊക്കെ സാധനമൊക്കെ തൂക്കി ഭയങ്കര ഒരു കട്ട് ഔട്ട് ഓഫ് എൻ എലിഫൻറ്റ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വലിയൊരു വാൾ പെയിൻറ്റ് ചെയ്യാനുള്ള സ്റ്റൂളിട്ടുണ്ട്, അതുമ്മൽ എന്നെ ഇരുത്തിയെടുക്കുക. അതിന് മുമ്പിലാണ് ഈ കട്ട് ഔട്ട്. അപ്പോൾ വൺ വുഡ് തിങ്ക് ദറ്റ് ഐ വാസ് ഓൺ ദൻ എലിഫൻറ്റ്. എന്നിട്ട് ബാറ്റിൽ ഗ്രൗണ്ടിൽ വന്ന് നോക്കുകയാണ് നൂർജഹാൻ, ആരൊക്കെയാണ് മരിച്ചിരിക്കുന്നത്. ഐ തിങ്ക് എത്രാമത്തെ വയസ്സിലായിരുന്നു നൂർജഹാൻ? അത് 10-11 വയസ്സായിരുന്നു എനിക്ക് തോന്നുന്നത്. ബിക്കോസ് അന്ന് എല്ലാവരും കാണാൻ വന്നവരൊക്കെ വലിയ ഡിസ്റ്റിങ്വിഷ് പീപ്പിളായിരുന്നു. അമ്മാവൻ വിളിച്ചിട്ട് മുണ്ടശ്ശേരി അങ്ങനെയൊക്കെ അല്ലേ. അതിനുശേഷം നമ്മുടെ സാഹിത്യത്തിലെ ഒരു നൂർജഹാനായിട്ട് അങ്ങോട്ട് അമ്മ വാഴുക ചെയ്ത്. നൂർജഹാൻ ആവാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അങ്ങനെ ഒരു നൂർജഹാൻ ആവാൻ പറ്റിയ ഒരു മനസ്സുമില്ല എനിക്ക് കൊല്ലാനൊന്നും സഹിക്കില്ല. ഞാൻ വെജിറ്റേറിയനാണ്. പിന്നെ കൊല്ലൽ ഭയങ്കര വിരോധമാണ്. തീവ്രവാദമൊക്കെ പറയെങ്കിലും എനിക്ക് കൊല്ലൽ ഇഷ്ടമല്ല. വാക്കുകൊണ്ട് ഒരുപാട് കൊലപാതകം അതൊക്കെ നടത്തണം. അമേരിക്കയോടൊക്കെ കുറച്ച് വാക്ക് കൊടുക്കണം. നമ്മളല്ലാണ്ട് നമുക്ക് കൊടുക്കാണ്ട്. മനസ്സിലെപ്പോഴും ഒരു ശത്രു ഉണ്ടാവുമോ? ശത്രുവല്ല, അവർ എന്നെ ശത്രുവായിട്ട് കാണണം. വാസ്തവത്തിൽ ശത്രുവല്ല. ശത്രു എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ ഒരു ഭയങ്കര ശത്രു ഭാര്യയും 2 കുട്ടികളെയും കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, ഇവനെ എന്തിനാ ഞാൻ കാണുന്നത്? ഇവനല്ലേ ശത്രുവിൻ്റെ പേരിൽ കള്ളക്കേസൊക്കെ കൊടുത്ത് ഞാൻ കാണില്ല.
പിന്നെയും എൻ്റെ മോൻ വന്നിട്ട് പറഞ്ഞു ഇല്ലെങ്കിൽ ഇവർ പോവില്ല, ഭാര്യ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വന്നോളൂ പറഞ്ഞു. ആരായിരുന്നു ഒരു കേസുണ്ടായി, കോൺഗ്രസ്സുകാരനാണ്. അത് അയാളുണ്ട് വരുന്നു ധൈര്യപ്പെട്ടിട്ട് തിരുവനന്തപുരത്ത് നിന്ന്. അപ്പം പിന്നെ ഞാൻ എന്ത് കൈ അത്ര ആരോഗ്യമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് വന്നായിരിക്കും. ചവിട്ടി കൂടെ കാലിന്, അത് ശരിയാണ്. നമ്മുടെ കാലിന് കാല ശക്തിയുണ്ട്, കയ്യിൻ്റെ കഷ്ടമായി. ബട്ട് മാപ്പ് കൊടുത്തു. ഭാര്യയൊക്കെ വന്നില്ലേ, ചെറിയ 2 പെൺകുട്ടികൾ, എന്താ ചെയ്യാം. ഒരു സ്ത്രീപക്ഷത്ത് നിന്നാണ് ഇപ്പോഴും കാര്യങ്ങൾ. സ്ത്രീപക്ഷമല്ല, പാവം തോന്നി. എന്ത് പഴച്ചു ചെറിയ പെൺകുട്ടികൾ അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു മാപ്പ് തന്നിരിക്കുന്നു, ഇനി ആ വിഷയം എടുക്കണ്ട. ഇനി എത്ര പേർക്ക് മാപ്പ് കൊടുക്കാനുണ്ടാവും? ഒരു 5-10 ആളെങ്കിലും ഉണ്ടാവില്ലേ കേരളത്തിൽ? എണ്ണി നോക്കിയാ നമ്മളെ ഉപദ്രവിച്ചിട്ടുള്ളൊരു 10 പേരും എന്തായാലും വരിവരിയായിട്ട് വരും അമ്മയുടെ ഒക്കെ വരുന്നേ. കാല് തൊട്ട് പോണ്ട അമ്മയെന്ന് പറയും, കേരളത്തിൽ നിന്ന് അമ്മ പോവില്ലേ എന്ന് പറയും. അപ്പം അത് കേൾക്കുമ്പോൾ ഒരു സമാധാനം അല്ലേ, ഒരു സന്തോഷം ഉണ്ടാകാറുണ്ട്. പിന്നെ സന്തോഷമല്ലേ, ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്. അറ്റ് ലാസ്റ്റ് അവർക്ക് തോന്നിയില്ലേ എന്നെ എങ്ങനെ ഉപദ്രവിച്ച് തെറ്റാണെന്നല്ലേ. തീർച്ചയായിട്ടും കാലൊക്കെ നല്ലോണം വന്ന് തൊടുണ്ട് ആളുകൾ. അപ്പോൾ ഒരു അല്പം ഒരു അഹങ്കാരം തോന്നുന്നു. അല്ല അഹങ്കാരിയാണ് പൊതുവെ ബിക്കോസ് നാച്ചുറലി ഐക്യു ഒക്കെ ഒത്തിരി ഹൈ അല്ലേ. അപ്പോൾ ചെറുപ്പത്തിൽ നമുക്ക് അത് തുടങ്ങി. ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, ഐക്യു ടെസ്റ്റ്, ടേക്കൻ അഹമ്മദാബാദിലെ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവരെല്ലാവർക്കും എഴുതിയിട്ട് ടെസ്റ്റ് ചെയ്യിച്ചിരുന്നു. അപ്പം അതിലൊക്കെ പെട്ടുള്ള ആളായതുകൊണ്ട് എന്തൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. അല്ല അമ്മ, ഒരു സുന്ദരിയായ പെണ്ണിന് അഹങ്കാരം കൂടി ഉണ്ടെങ്കിൽ ഒരിക്കലും. സുന്ദരി എന്ത് സുന്ദരിയൊക്കെ ഈ പൗഡറല്ലേ കുട്ടി. ഞാൻ അതെങ്ങനെയുണ്ടാ മേക്കപ്പൊക്കെ അന്ന് എനിക്ക് TV-ക്കാർ വന്നാൽ ഞാൻ തന്നെ ഫൗണ്ടേഷൻ പരട്ടി നല്ലോണം പൗഡർ ഇടും, അല്ലെങ്കിൽ മേക്കപ്പുകാർ തൊടും നമ്മളെ. അതുകൊണ്ട് പണ്ട് ഏഷ്യാനെറ്റിൽ വിളിച്ചുകൊണ്ടിട്ട് ചെയ്തപ്പോഴേ മെറിലൻ സ്റ്റുഡിയോ അവിടെ അതിനെ കൂട്ടിയിട്ട് അന്ന് ഞാനൊരു ആങ്കറായിരുന്നു. അപ്പോൾ എന്നെ ഒരാളുണ്ട് വരുന്നു, ഒരു മണി എന്ന പേര്, ഓൾഡ് മാൻ, മേക്കപ്പ് മാൻ, പെട്ടിയൊക്കെ എടുത്ത് ചുമന്ന പൗഡറൊക്കെ എടുത്തു. ഡെഡ്ലി, തൊട്ടരുതേ പറഞ്ഞാണ്, നെറ്റാൾ തൊടണ്ട. അതുകൊണ്ട് പിറ്റേ ദിവസം മുതൽ പൗഡർ കുറച്ചൊക്കെ മേടിച്ചു, ഒരു ലാക്മേ ഫൗണ്ടേഷൻ മേടിച്ചു. പിന്നെ എന്താ ഈ വേഷം കെട്ടണ്ടേത് TV-യിൽ എന്നോട്. ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം കൃഷ്ണയരുണ്ട് വാഷ് ബേസിൻ്റെ അവിടെ നിന്നിട്ട് അദ്ദേഹത്തിനെ മേക്കപ്പ് ചെയ്യിക്കണം. അപ്പം ഞാൻ സമ്മതിച്ചു, കോട്ടേൻ്റെ മൊത്തം തേച്ചോട്ടെ. അന്ന് തുടങ്ങി. നമ്മൾ പറഞ്ഞു വന്നത് പുതാൻ പറഞ്ഞ വളരെ ചെറിയ പ്രായത്തിൽ, ഇപ്പം ഞാനിപ്പം അമ്മയുടെ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു വേണമെങ്കിൽ ഒരു എക്സ്പ്ലോഷന് വിധേയമായിട്ടുള്ളൊരു ഒരു 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 പെൺകുട്ടിയാണ്. ലോൺലി, പക്ഷേ സ്റ്റിൽ മനസ്സിൻ്റെ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടല്ലോ. അത് കാരണം ഐ റോട്ട് സെവറൽ പ്ലേസ്, ചെറിയ നാടകങ്ങളുണ്ടാക്കി, കുറേ സ്റ്റേജ് ചെയ്തു. അതായിരുന്നു എൻ്റെ ഇൻട്രസ്റ്റ്. അപ്പം കുറേ നാടകം ഉണ്ടാക്കി. ഈ നാടകത്തിലൊക്കെ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നല്ലോ അല്ലേ? നാടകം ബിക്കോസ് മനസ്സിൻ്റെ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു. മൈ ബ്രദർ വാണ്ടഡ് മുഗൾ രാജാക്കന്മാർ, രാജ്പുട്സ്. അപ്പോൾ ഒരു ബംഗാളിയുടെ ഐ തിങ്ക് ദ്വിജേന്ദ്രലാൽ റോയ് ഓർ സംബഡി അത് ട്രാൻസ്ലേറ്റ് ചെയ്തു തരും. അപ്പോൾ എന്താണ് ക്ഷത്രപ്രഭാവം എന്നൊക്കെ പേരുള്ള വലിയ നാടകങ്ങൾ. ദി എൻജോയ്ഡ്. ഞങ്ങളൊക്കെ രാജാക്കന്മാരും രാജ്ഞിമാരും കൊല്ലലും അതൊക്കെ ഭയങ്കര ഒരു സീനായിരുന്നു. പിന്നെ വലുതായപ്പോൾ ഞങ്ങൾക്ക് കൊല്ലൽ വേണ്ടെന്നായി, കൊലപാതകം നിർത്തി. പിന്നെ കവിതയിലേക്കാണ് പോയി. പിന്നെ ഞങ്ങൾ ലൈക്ക് യോഗികളൊക്കെ മാറിയ അലഞ്ഞ് മലയോരങ്ങളിൽ അലയുന്ന കവികളായി. ഞാനിങ്ങനെ അമ്മയുടെ പല അഭിമുഖങ്ങളും ഇങ്ങനെ ഈ അഭിമുഖത്തിന് വേണ്ടി മാത്രമല്ലാതെ തന്നെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞു എന്ത് സൗന്ദര്യം എന്ന് പറഞ്ഞു, പക്ഷേ സുന്ദരിയാണ് എത്ര പേര്. പക്ഷേ അത് പറഞ്ഞിട്ട് എന്താ ഫലം? കാലം തെറ്റിയില്ലേ. ഒരു 10 കൊല്ലം മുമ്പ് ഐ വുഡ് ഹാവ് സെഡ് യെസ് യു ആർ റൈറ്റ്. ഐ വുഡ് ഫെൽറ്റ് ദാറ്റ്. പ്രായത്തിന് കീഴ്പ്പെടുത്താൻ കഴിയാത്തൊരു വ്യക്തിത്വം അല്ലേ താങ്കളുടെ? ആർക്ക് പ്രായത്തിന് അങ്ങനെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ? പ്രായമായിട്ടില്ലോ, കുട്ടിയെക്കാട്ടിൽ കുറച്ച് പ്രായം പറഞ്ഞു കേട്ട് തോന്നും അല്ലേ. എനിക്കങ്ങനെ ഐ ഡിഡ്ന്റ് ഫീൽ ഇറ്റ് ആസ് എ ഡിസബിലിറ്റി ബിക്കോസ് എൻ്റെ തോട്ട്സ് വളരെ യങ്ങാണ്. ഐഡിയാസ് വരും എനിക്ക്, അത് സാധാരണ ഞാൻ കാണുന്നില്ല.
സാധാരണ സ്കോളേഴ്സൊക്കെ ഓരോ ബുക്കിൽ നിന്ന് ലൈബ്രറിയിൽ നിന്ന് എന്നിട്ട് കുത്തി കുറിക്കുക പകർത്തി എഴുതും. നോട്ട് എന്നിട്ട് പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് പ്രസംഗിക്കും. അത് മാത്രം ചെയ്തിട്ടില്ല ലൈഫിൽ. Comes from your ഐ ഡോണ്ട് കോട്ട് ഫ്രം പീപ്പിൾ. ഒന്നും കൂട്ടിയില്ല. ബിക്കോസ് ഐ തിങ്ക് നമ്മൾ വേറെ ആളുടെ ഉപയോഗിക്കരുത്. എന്നാൽ നമ്മളുടെ ഗ്രോത്ത് അത് ഇംപീഡ് ചെയ്യും അല്ലേ? അപ്പോൾ നോക്കണ്ട. അമ്മ ഈ വളരെ ചെറിയ പ്രായത്തിൽ എനിക്കൊന്നു പെട്ടെന്ന് തന്നെ ഒരു പെൺകുട്ടിയിൽ നിന്ന് ഒരു ഭാര്യയായി മാറുകയാണ്. അത് വലിയ കഷ്ടമായിരുന്നു. അത് ശരിയാ, തോറ്റോണ്ടല്ലേ. കുറച്ച് മനസ്സിരുത്തി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല വേറൊരു ലൈഫായിരുന്നു. സംശയം. പക്ഷെ ഒരു ഔപചാരിക വിദ്യാഭ്യാസമൊന്നും വഴങ്ങുന്ന മനസ്സായിരുന്നില്ലല്ലോ. അല്ല, ഔപചാരികം പറ്റില്ല. ബിക്കോസ് ഐ സിൻസിയർലി ബിലീവ് ഐ അറ്റൻഡ് ചില എഡ്യൂക്കേഷണൽ കോൺഫറൻസസ് ഔട്ട്സൈഡ് ദി കൺട്രി. അപ്പോൾ അവിടെയൊക്കെ എൻ്റെ തിയറി ഈ ടീച്ചറുടെ പരിമിതി എടുത്തിട്ട് മറ്റാൾക്ക് കൊടുക്കുക, അതേ ഉണ്ടായിട്ടുള്ളൂ എഡ്യൂക്കേഷൻ. വല്ല ഇൻഫർമേഷനും ടീച്ചർക്ക് അറിയിച്ചെങ്കിൽ അത് കൊടുക്കും, എന്നിട്ട് ജോലി കിട്ടിക്കോട്ടെ നോക്കും. അങ്ങനെ ഒരു ക്ഷുദ്ര മനോഭാവമാണ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞ ഒരാളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ വളരെ ഒരു ഹോളി ടാസ്ക്കാണ്. നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ മനസ്സും ആത്മാവും ഒക്കെ കൊടുത്തിട്ട് ആളെ വലുതാക്കുകയാണ്. ഇത് ഒന്നുമല്ല, ഒരു ഗൈഡ് ബുക്ക് വായിക്കും, കണപ്പാടും ചെയ്തല്ലോ. പിന്നെ ഈ ടീച്ചർമാർ കാശ് കൊടുത്ത് കയറിയവരാ, 9 ലക്ഷം കൊടുത്തിട്ട് ജോലി കിട്ടിയിട്ടൊക്കെയാണ് കയറുന്നത്. അപ്പോൾ അവർക്കൊന്നും അറിയില്ല. തനി ശരിക്കും മൊറോൺസ്. സോ സി ബട്ട് ദേ ഹാവ് ബീൻ ഗിവൻ ദാറ്റ് സ്റ്റേറ്റസ്. എന്നിട്ട് അവരുടെ ആ മൊറോണിക് സ്റ്റേച്ചറല്ലേ കൊടുക്കണത് എത്ര പഠിക്കുന്ന കുട്ടിക്കും. അതിൽ അന്നും അങ്ങനെ തന്നെയായിരുന്നു. സീലിംഗ് അന്നൊന്നുമില്ല, അന്ന് കളവൊന്നുമില്ല. ഞാൻ തോറ്റ എനിക്ക് കണക്ക് മനസ്സിലാവില്ല. കണക്കില് അതിൽ മാറ്റം എപ്പോഴും മനസ്സിലാവില്ല. കണക്കിനോടൊരു ശത്രുതയായിരുന്നു. ശത്രുതയാണ്. ഐ ഹേറ്റ് ഇറ്റ്. പക്ഷെ ജീവിതത്തിൻ്റെ കണക്കൂട്ടലുകളിൽ വലിയ പാളിച്ചുണ്ടായേ. ജീവിതത്തിൽ ഞാൻ ഒരിക്കലും കണക്ക് കൂട്ടിയിട്ടില്ല. എന്നാൽ എന്തായിരിക്കും, ഞാൻ മന്ത്രിയാവില്ലേ, എന്നെമാരൊരാൾ കാൽക്കുലേറ്റ് ചെയ്ത് അത് ആ സ്റ്റെപ്പ് എന്നൊക്കെ വിചാരിച്ചാൽ. പക്ഷെ 84 നമ്മളൊരു പൊടിക്കൈ നോക്കി. അത് എന്താണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി പറഞ്ഞ് കയറ്റി. ഇത്ര വലിയ ആർട്ടിക്കുലേറ്റഡ് കുറേ ഭാഷയൊക്കെ അറിയില്ലേ, ഒരാളെ നമുക്ക് പാർലമെൻറ്റിലിരുത്തിയാൽ ഇറ്റ് ബി വണ്ടർഫുൾ എന്ന് ഞാൻ വിശ്വസിച്ചു. പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ വിശ്വസിച്ച് പോയതാണോ? ഒരുപാട് പേര് അല്ല, എന്നെ വിശ്വസിപ്പിച്ചതാണ് എൻ്റെ ഫ്രണ്ട്സ്. ചില ലെഫ്റ്റിസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സ്. ഐ വുഡ് ലൈക്ക് ടു നെയിം ദ മാൻ ബിക്കോസ് ഹിസ് വൈഫ് ഇസ് സ്റ്റിൽ വെരി ഡിയർ ടു മീ. മൂപ്പിച്ചു. എന്നിട്ട് എന്നിട്ട് ചെയ്യാൻ പോകുമ്പോൾ ആരൊക്കെയെന്നാണ് കൂടെ കളക്ടറുടെ ഓഫീസിലേക്ക് AP ഉദയഭാനു, ഓൾഡ് ജെൻറ്റിൽമാൻ കോൺഗ്രസിൻ്റെ, പുഷ്പിത ജോൺ എഡ്യൂക്കേഷനിസ്റ്റ്, സണ്ണി സെബാസ്റ്റ്യൻ മാർക്സിസ്റ്റ് വിത്ത് ഹിസ് വൈഫ് മേരി, ഇവരൊക്കെ എൻ്റെ കൂടെ, ലക്ഷ്മി ആൻഡ് മേനൻ, അത് ഞാൻ പറഞ്ഞില്ലേ, അവർ വലിയ കോൺഗ്രസ്, ഇവരൊക്കെ കോൺഗ്രസ്. ദെൻ ദേ സെഡ്, അപ്പോൾ അവരെയൊക്കെ പിടിച്ച് ആളുകൾ കളിയാക്കി. ഈ ബോംബെയിൽ നിന്ന് വന്ന ഈ സ്ത്രീക്ക് വേണ്ടി നിങ്ങളൊക്കെ ഇൻഡിപെൻഡൻറ്റിന് വേണ്ടിയിട്ട് വാദിക്കുന്നു. ബട്ട് ദേ സെഡ് വി ഹാവ് ഫെയ്ത്ത് ഇൻ ഹർ. ദാറ്റ് ഐ റിമെമ്പർ. ബിക്കോസ് പീപ്പിൾ കുഡ് ഹാവ് ഫെയ്ത്ത് ഇൻ മീ. ബിക്കോസ് ഞാൻ വാക്ക് തെറ്റിച്ചിട്ടില്ല, ചതിച്ചിട്ടില്ല. ചതിക്കപ്പെട്ട ഒരു വ്യക്തി, ബട്ട് ചതിച്ചിട്ടില്ല, വാക്ക് തെറ്റിക്കില്ല. കഴിയുന്നതും സംസാരത്തിലും ജീവിതത്തിലും സത്യമേ പറയുള്ളൂ. കഥ എഴുതുമ്പോൾ മാത്രം മതി കുട്ടി എന്ന് പറഞ്ഞാൽ എന്തും എഴുതും. ബട്ട് ജീവിതത്തിൽ എൻ്റെ മക്കൾക്കറിയാം, എൻ്റെ സെർവൻസിനറിയാം. അമ്മ ഈ പറഞ്ഞ ഈ നുണ പറയാതെ സത്യം മനസ്സിൻ്റെ പറയുന്നതാണ് വലിയ വിഷമാണ്. വലിയ വിഷമല്ലേ? പിന്നെ നമ്മൾ ഒരു കുരിശ് നമുക്ക് വേണ്ടി വാങ്ങണതാ, എന്നിട്ട് തറക്കിയിടം മുറ്റത്ത് നമ്മൾ നിറമ്പ് കയറുക. ബിക്കോസ് എന്ന് മടിയായിരിക്കും, പിന്നെ ആളുകൾക്ക് ദേഷ്യമായിരിക്കും നമ്മളെ. കുറച്ച് ഗവേഷണം നടത്തിയപ്പോൾ അമ്മയിലൊരു ഭീരുവിനെ കണ്ടു. എന്നാ കാരണം വെച്ചാൽ അതിപ്പോൾ ഈയിടെ നടക്കും. അല്ലല്ല, അതിന് മുമ്പ് ഞാൻ കണ്ടു. അതെന്നാ കണ്ട്? അതായത് കുറേ കാലമായിട്ട്, അതായത് 900 പിന്നെ അമ്മ കഥ പിന്നെ എഴുതി തുടങ്ങിയത് കമലാദാസ് എന്നുള്ള പേരിൽ എഴുതി. പക്ഷേ മലയാളത്തിൽ ചില കമലദാസ് എന്തിനാ മാധവക്കുട്ടി എന്നുള്ള പേരിൽ എഴുതി? മാധവക്കുട്ടി എന്ന് എഴുതിയത് എൻ്റെ അമ്മമ്മയ്ക്ക് വ്യസനം ഉണ്ടാച്ചിട്ട്, തുലിക നാമം. അത് അമ്മമ്മയെ കരയിപ്പിക്കാൻ എനിക്ക് വയ്യ. ഐ ലവ്ഡ് ഹർ മോസ്റ്റ് ഇൻ ദ വേൾഡ്. ഐ ഹവ് നോട്ട് ഫെൽറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് ലവ് ടു എനിബഡി. അല്ലാതെ ഐഡന്റിറ്റി മറക്കാനൊന്നും ആയിരുന്നു. അമ്മമ്മ മരിച്ചിട്ട് ഐ ഹവ് നോട്ട് സർവൈവ് ദ ഷോക്ക് ഇപ്പോഴും. അപ്പം അമ്മമ്മ ഇത് വായിച്ചിട്ട് എൻ്റെ കമല കേടുവന്നില്ലേ എന്ന് പറയണ്ട. ആൻഡ് എനിക്ക് അത് കേടുവരില്ലാണെങ്കിൽ അത് ഇറ്റ് വാസ് ഇനവിറ്റബിൾ. എനിക്ക് വിധിച്ചതായിരുന്നു അത്.
എനിക്ക് അങ്ങനത്തെ കഥകളെ എഴുതാറിയുള്ളൂ. പക്ഷേ അമ്മാവൻ അറിഞ്ഞു, നാൽപ്പാട്ട് നാരായണ മേനോൻ, അമ്മയുടെ അമ്മ. അദ്ദേഹം പറഞ്ഞു പെർഫെക്റ്റ്, വളരെ ഭംഗിയുള്ള കഥകളാണ്. 3 കഥയെ വായിക്കാൻ സാധിച്ചിട്ടുള്ളൂ, അപ്പോഴേക്കും മരിച്ചു. എൻ്റെ ആ വാക്ക് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, സച്ച് എ നോളജബിൾ പേഴ്സൺ, ഇതൊരു സ്കോളറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരാളെ അന്ന് പരിചയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് എടുത്ത് സെഡ് യു റൈറ്റ് പെർഫെക്റ്റ്ലി. അതിപ്പോഴും ഞാൻ വിചാരിക്കും അമ്മാവൻ്റെ എക്സ്പെക്റ്റേഷൻസിനൊക്കെ എത്തിയിട്ടില്ലെങ്കിലും ഐ ഹവ് ട്രൈഡ്. 6 പതിറ്റാണ്ടിലേറെയായിട്ട് ഇങ്ങനെ അമ്മ എഴുതിക്കൊണ്ടേയിരിക്കും. പക്ഷെ പലപ്പോഴും ഈ പറഞ്ഞ പോലെ അതിനകത്തൊരു സവിശേഷത ഞാൻ കണ്ടത്, അതായത് അഭിപ്രായങ്ങൾ പലപ്പോഴും മാറുന്നുണ്ട്. നാച്ചുറലി ചേഞ്ച് അല്ലേ ലൈഫ്. ഒരാളുടെ ഗ്രോത്ത് ഇസ് ചേഞ്ച്. വളരെ വോളട്ടൈലാണ്, വേഗം ചേഞ്ച് ചെയ്യും. അതാണ് ഗ്രോത്ത്. ഇല്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. പക്ഷെ ഈ മാറ്റത്തിനിടയിൽ എല്ലാം ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്. ലൈഫ് ഫുഡ് ചെയ്യും. എല്ലാ ഇടയിലും ഒരു സ്നേഹമില്ലാതെ ഒരു വാചകമില്ല. ബിക്കോസ് സ്നേഹമുണ്ട് എൻ്റെ മനസ്സിൽ. ഐ ലൈക്ക് പീപ്പിൾ. ഐ ലൈക്ക് സം പീപ്പിൾ മോർ, ദാറ്റ്സ് ഓൾ. ലൈക്ക് പീപ്പിൾ ജനറലി. ഐ ഗോട്ട് അഡ്ജസ്റ്റഡ് ടു. എനിക്ക് അങ്ങനെ തന്നെ ഒരു ഭാഗത്ത് പോയി തപസ് ചെയ്യാൻ ഇഷ്ടമില്ല. അല്ലെങ്കിൽ വേണം. ഇപ്പം ഞാൻ പോണത് എൻ്റെ മക്കളുണ്ടാവും അവിടെ, 4th ഫ്ലോറിൽ അവരുണ്ടാവും, ഗ്രാൻഡ് ഡോട്ടേഴ്സ്. ഇപ്പോൾ 6th ഞാനപ്പോൾ വൈകുന്നേരം മോളിക്ക് വിളിക്കും, കളിക്കും. ഈ ചെറിയ വയസ്സിൽ അമ്മ എഴുതി തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞ, എനിക്ക് തോന്നുന്നത് സാധാരണ ഇതിലിപ്പോൾ 70കളിലൊക്കെ അങ്ങനെ ഒരു എഴുത്തെന്ന് പറയുന്ന ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പം എൻ്റെ കഥ പോലുള്ള പുസ്തകങ്ങളൊന്നും എനിക്ക് തോന്നുന്നു അതൊക്കെ മനുഷ്യൻ്റെ മനസ്സിലുള്ള എന്താ പറയേണ്ട വികാരങ്ങളെ ഇതുപോലെ പച്ചയായിട്ട് പകർന്നു കൊടുക്കാൻ. ഈ പച്ച എന്ന് പറയുന്നത് ഇവരൊക്കെ വിചാരിക്കുന്നത് സെക്സ് എന്ന് പറഞ്ഞാൽ പച്ചയാണ്. അല്ല, സെക്സ് ഈസ് ഗോൾഡൻ ഹ്യൂഡാണ്. ബിക്കോസ് അത് ഇറ്റ് റെപ്രസെൻറ്റ്സ് ലവ്. ഏറ്റവും പാവനമായിട്ടുള്ളൊരു, അത് കൊണ്ടുപോയിട്ട് പച്ചയാണ്, അത് കറുപ്പാണെന്നൊക്കെ പറഞ്ഞാൽ ഐ കാൺ ബിലീവ്. ബിക്കോസ് ഞാൻ സെക്സിനെ പറ്റി ആദ്യം ഒരു ഇൻക്ലിങ് കിട്ടിയത് ജയദേവൻ്റെ ബുക്ക് വായിച്ചിട്ടാണ്, ഗീത ഗോവിന്ദം. ബിക്കോസ് വി വർ ആസ്ക്ഡ് റിഹേഴ്സ് ചെയ്യാൻ ഡാൻസ് ആയിട്ട്. അപ്പോൾ അത് പാടുമ്പോൾ ഓരോ വാക്ക് ഞങ്ങൾ ചോദിക്കുമ്പോൾ ടീച്ചർ ഉത്തരം പറയില്ല. പിന്നെ എൻ്റെ വീട്ടിൽ വന്ന അമ്മമ്മ, എൻ്റെ നാൽപ്പാട്ട് ലേഡീസ് ഇൻഹിബിറ്റഡ്, ബട്ട് എന്നോട് ചോദ്യം ചോദിച്ചെന്നാണോ പറയില്ല, പറഞ്ഞത്. സോ ഐ തിങ്ക് സോ ഫാസിനേറ്റിംഗ് ദാറ്റ് ദേ ലവ് ടീച്ചർ അല്ലേ ദാറ്റ്. ആഫ്റ്റർ ദാറ്റ് ഐ നെവർ കുഡ് ഇമാജിൻ എനി അതർ കൈൻഡ് ഓഫ് love. Only that Sri Krishna Devi Radhati. That's why it's always there, stuck. അത് മാറുന്നില്ല. എല്ലാവരും ചീത്ത പറയാം. ആദ്യം മുസ്ലിംസൊക്കെ വന്നിട്ട് നിങ്ങളിപ്പോഴും കൃഷ്ണനെ പറ്റി കവിത എഴുതും നിങ്ങൾ. ബിക്കോസ് കൃഷ്ണനെ പറ്റി കവിത എഴുതിയ എന്താ, ഇൻഫാക്ട് സംടൈംസ് ഖുറാനിൽ എഴുതിയിട്ടുണ്ട് കവികളിങ്ങനെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വാലീസിൽ ഇങ്ങനെ നടക്കുന്നവരാണ്, അവോയ്ഡ് ദം. അത് മുസ്ലിംമാർക്ക് വേണ്ടിയിട്ട് എഴുതിയതാണ്. ബിക്കോസ് കവികളെ അവോയ്ഡ് ചെയ്ത് എന്താ അതിൻ്റെ അർത്ഥം? പേപ്പട്ടികളൊന്നുമല്ലല്ലോ, അലഞ്ഞു എന്നല്ലേ പറയുള്ളൂ, മേഘങ്ങൾ പോലെ അലഞ്ഞു. അല്ലാണ്ട് അവിടെ പോയി കവി താണ്ഡവ നൃത്തം അടിയൊന്നും പറയില്ലല്ലോ. ദേ മൈൽഡ് പീപ്പിൾ. ഒരു കവിയുടെ കണ്ണിലൊക്കെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവും, ഒന്നും വേണ്ട കവിക്ക്, കുറച്ച് സ്നേഹം വേണ്ടേ, പച്ചവെള്ളം കൂടി വേണ്ട. അധികാരത്തൊക്കെ എഴുതിയപ്പോൾ ഒരുപാട് എതിർപ്പുകൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു. എന്താ ചെറ്റകളുടെ കത്തുകളുണ്ടായിരുന്നു, അതിപ്പോഴും വരില്ലേ? ഇപ്പോൾ വരുന്നുണ്ട്. ചെറ്റപ്പെറുക്കികളുടെ കത്തുകൾ ഇങ്ങനെ വരും. അത് അന്നും ഉണ്ടായിരുന്നു. അന്ന് പക്ഷേ രാസേട്ടുണ്ട്, സെൻസറാണ്, ഒറ്റൊന്നും എനിക്ക് തരില്ല, കീറികളെ. ബട്ട് ഇന്നിപ്പോൾ ഞാൻ കേൾക്കും, ഒരാൾ വായിച്ചിട്ട്, തങ്കമ്മ വായിച്ചു എല്ലാം വായിച്ചു തരും. കുറച്ച് വായിച്ചു തരും. അയ്യോ വേണ്ട പറയും, പോലീസിന് അയച്ചു കൊടുക്കും. കുറേയൊക്കെ പോലീസിന് അയച്ചു കൊടുക്കും. വരുന്ന ഈ ഹെയ്റ്റ് മെയിൽസ് മുഴുവൻ പോലീസ്. ഹെയ്റ്റല്ല, ഒരു തരം ഡേർട്ടി ലസ്റ്റാണ്, ഹെയ്റ്റല്ല. സെക്സ് വളരെ ഓൺലി ബിറ്റ്വീൻ പീപ്പിൾ ഹു ലവ് ഈച്ച് അതർ. അല്ല, ബാക്കിയുള്ള ആണുങ്ങളൊക്കെ എഴുതിയിട്ടുള്ള വെറും കാമം, സ്നേഹമൊന്നുമില്ല. അങ്ങനെ അതൊക്കെ വളരെ അപ്ലോഡ് ചെയ്ത് വലിയ പ്രൈസ് കൊടുക്കും ആ ബുക്കുകൾക്ക്. ബട്ട് വെൻ ഐ റൈറ്റ് എ ട്രൂ ലവ് ആൻഡ് ആസ് എ കൺകോമിറ്റൻറ്റ് ടു ഇറ്റ് വരുന്നിട്ടുള്ള ആ ഡിസയർ,
അത് ഭയങ്കര ഷോക്കാണ് അവർക്ക്. ബിക്കോസ് ലവ് ചെയ്യണത് അറിയില്ല അവർക്ക്. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. കുറച്ച് കാലം ലാസ്റ്റ് ചെയ്താൽ അത് ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ഈവൻ ഹെൻറി ദ എയ്ത്ത് കുറേ ആളെ കൊന്നു, 8 ഭാര്യമാരെ കൊന്നു. അദ്ദേഹം അത് വെൻ ഹി ലവ്ഡ് ദറ്റ് പെർട്ടിക്കുലർ വുമൻ റിയലി ലവ്ഡ്. അപ്പോൾ അതൊക്കെ എങ്ങനെ മോശമായിട്ട് പറയാം? ഐ ഡോണ്ട് നോ. ആദ്യകാലത്തൊക്കെ അമ്മ എഴുതിയപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നെഴുതിയപ്പോൾ ഇപ്പം ദാസേട്ടൻ്റെ സഹായം ഉണ്ടായിരുന്നു, പിന്തുണ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ദാസേട്ടൻ സഹായം ഒന്നുമില്ല. ദാസേട്ടന് ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അത്ര സങ്കല്പിക്കാനുള്ള കഴിവില്ല. ഹി വാസ് എ ബാങ്കർ. കണക്കും ബാങ്കും ഒക്കെ ഇല്ലേ, ചെറിയ ഇൻകം ടാക്സ് റിട്ടേൺസ് അങ്ങനെയൊക്കെ ഇല്ലേ. ബട്ട് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഹെൽപ്പ് ടു മീ. ഹി മാനേജ്ഡ് സംഹൗ ദ ഫിനാൻസസ്. പക്ഷെ ഒരുപക്ഷെ അദ്ദേഹമല്ല വേറൊരാളായിരുന്നു അമ്മയുടെ ഭർത്താവെങ്കിൽ ഇത്ര സ്വാതന്ത്ര്യത്തോടെ എഴുതാൻ പറ്റുമായിരുന്നു. എനിക്ക് ആകെ ഒരു ഭർത്താവിനെ മോഹിച്ചിട്ടുണ്ടായിട്ടുള്ളൂ, അത് ശ്രീകൃഷ്ണ. അദ്ദേഹം ഇവിടെ വരുമോ എനിക്കറിയില്ല. അല്ലാണ്ട് ആരും ഞാൻ മോഹിച്ചിട്ടില്ല അത്ര. ദറ്റ് ഐ ഷുഡ് ബി വിത്ത് ഹിം എന്നുള്ള ഒരു ലെജിറ്റിമസി എൻ്റെ ഹാർട്ടിൽ വേറെ ആർക്കും കൊടുത്തിട്ടില്ല. അമ്മമ്മയ്ക്ക് കൊടുത്തു. ഇപ്പം കുറച്ച് ആ പേരക്കുട്ടിക്കുണ്ട് കൊടുക്കണ്ടേന്, നയൻതാരയ്ക്ക് അത് ശരി. കുറച്ച്. അമ്മ തിരിച്ചു വരുവാണ്. അമ്മയുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് വളരെ കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ സംസാരിച്ചാൽ മതി. അതായത് മഹാനഗരങ്ങളിലുള്ള വാസം, കാൽക്കട്ട, മുംബൈ. എനിക്ക് തോന്നുന്നിപ്പം ഒരു എഴുത്തുകാരി എന്ന നിലയിൽ ഒരു കരിയറിസ്റ്റ് എഴുത്തുകാരി എന്ന് വേണം പറയുകയാണെങ്കിൽ, അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങളൊരിക്കലും കരിയർ ആഗ്രഹിച്ചിട്ട് എഴുതിയതല്ല, മനസ്സിൻ്റെ ഒരു എക്സ്പ്രഷൻ അങ്ങ് പാർക്കായിരുന്നു. പക്ഷേ ഈ നഗരങ്ങളിലുള്ള സംഭവം ഇതൊക്കെ എങ്ങനെയാണ് ഒരു അമേരിക്കൻ എഴുത്തുകാരിയെ സ്വാധീനിച്ചത്? Because I saw things and I got involved. Dalit Panther movement ഉണ്ടായിരുന്നു. Actually they sought asylum. എൻ്റെ അടുത്ത് ഒളിപ്പിക്കാനൊക്കെ രാജാ ദാലെ തലയൊക്കെ പൊട്ടിയപ്പോൾ they were against the government. So ഞാൻ സഹായിക്കുന്നവർക്ക് മനസ്സിലായി. അങ്ങനെയൊക്കെ അല്ലേ എല്ലാറ്റിലും. Whether I like it or not, I got involved in everything. ഒരു റിബല്യസ് മൂഡിലാണോ ഇതിനൊക്കെ ഇറങ്ങിപ്പോ? റിബല്യൻ ഒന്നുമില്ല, ഓൺലി ടു ഹെൽപ്പ്. ബിക്കോസ് രാജാ ദാലെ, നാംദേവ് എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ വലിയ പോയറ്റ്സ് ആയിരുന്നു അന്ന്, ദലിത്. അപ്പോൾ അവരെയൊക്കെ ഐ ഗോട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. എനിക്ക് ഐ വാസ് റണ്ണിങ് എൻ ഓർഗനൈസേഷൻ പോയറ്റ്സിനൊക്കെ. അപ്പോൾ എല്ലാവരും എനിക്കറിയാം. അപ്പോൾ വെൻ ദി ഗോട്ട് ഇൻ ടു ട്രബിൾ, സ്കൾ ഇഞ്ചുറിയൊക്കെ ആയപ്പോൾ ഒളിപ്പിക്കാൻ എൻ്റെ അടുത്ത് പോകുന്നു. അമ്മ ഇപ്പോഴത്തെ കാലത്ത്, അതായത് ഇപ്പം ഒരു വളരെ പ്രത്യേകത ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ ആൾക്കാർ പ്രത്യേകിച്ച് ടിപ്പിക്കലി മലയാളീസ് ഒരിക്കലും മനസ്സ് തുറന്ന കാര്യം പറയില്ല. അതെ, പിന്നെ എന്തിനാ ഇൻ്റർവ്യൂ? ഈ റീല് കളയുന്നതിന് സത്യമായിട്ട് അസത്യം കുറിക്കാൻ വേണ്ടി നമ്മൾ ഇത്ര റോ സ്റ്റോക്ക് കളയാൻ കഷ്ടമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മയെപ്പോലുള്ള ആൾക്കാരുമായിട്ട് അഭിമുഖം നടത്തും. അമ്മയെപ്പോലെ പലരും ഉണ്ടാവും, വളരെ അപൂർവ. എവിടെയും നോക്കിയാൽ സത്യം പറഞ്ഞവർ കണ്ടിട്ടുണ്ടായിരുന്നു. 70കളിൽ തന്നെ മനസ്സിൻ്റെ വ്യവഹാരങ്ങളെ പകർന്നു വെക്കാനുള്ള തൻ്റെ ഇടവും കഴിവും കാണിച്ചു. ഞാൻ പറഞ്ഞുതരാം. ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലി ഹാഡ് എൻ എഡിറ്റർ, കൃഷ്ണരാജ്, മലയാളി, ഒറ്റപ്പാലത്തുകാരൻ. ഹീ സ്പോക്ക് ട്രൂത്ത്. സത്യം പറയും. ആയിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചിലർ അദ്ദേഹത്തിന് നക്സലൈറ്റെന്നും കൂടി പറഞ്ഞു, പ്രോ നക്സ്. ഹി വാസ് ഗുഡ്. അങ്ങനെ 1-2 ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ admired them. Really felt this is a person I can vibe with. അല്ലേ? പെണ്ണുങ്ങൾ കുറച്ചും കൂടി പേടിയായിരിക്കും. എന്നാലും ഏതാണ്ട് ഇസ്മത് ചുക്തായി എന്ന് പറഞ്ഞ റൈറ്റർ ഉണ്ടായിരുന്നു. ഷീ ലിവ് നെക്സ്റ്റ് ടു ആ പ്ലേസ് ഇൻ ചർച്ച് ഗേറ്റ്. ഭയങ്കരമായിട്ട് സത്യം പറയും. സത്യം പറഞ്ഞ് സഫർ ചെയ്ത് വയ്യാതെ മുഖക്കനെ പാടി ഒരു മൃഗത്തിനെ അടിച്ചിട്ട് അച്ഛനമാരി പറയുമ്പോൾ ഫിസിക്കലല്ല, പറഞ്ഞിട്ട് ഷീ സഫേർഡ്. ഷീ ഈസ് ടു കം ടു മൈ പ്ലേസ് ടു among writers. I had Urdu writers and എല്ലാവരും ഉണ്ട്. ഭാഗ്യവശ ദേവാനന്ദ് വന്നു ഒരു ദിവസം, ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. ആൻഡ് മെനി പീപ്പിൾ. മുസാഫർ അലി, ഗമൻ, ഹി ഹാഡ് ടേക്കൻ ദറ്റ് പിക്ചർ, ഗമൻ. അതിൽ ഗീത കാക്ക് ആയിരുന്നു ആക്ട്രസ്, സിദ്ധാർത്ഥിൻ്റെ ഭാര്യ. വൺ സം അവാർഡിൽ ഗരം ഹവ. All of them turned up at my place. Mallika, Sarabhai, dancers കുറേ ഉണ്ടായിരുന്നു എനിക്ക്, പിന്നെ സിംഗേഴ്സ്. ഞങ്ങളുടെ ഒരു പ്ലേ ഹൗസായിരുന്നു,
തിയേറ്റർ രംഗ് ഭവൻ എന്നൊക്കെ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഹാപ്പനിങ് ഒന്നുമില്ലെങ്കിൽ റിഹേഴ്സൽസ് ടേക്കിംഗ് പ്ലേസ് ലവ്ലി ടൈം. ഞാൻ അത്ര ഒരു ഭാഗ്യവതിയായിട്ടുള്ള എഡിറ്ററായിരുന്നു, പോയിട്രി എഡിറ്ററായിരുന്നു അന്ന് 12 കൊല്ലം ഈ ഇല്ലസ്ട്രേറ്റീവ് വീക്കിൻ്റെ. സോ ഐ സ്റ്റാർട്ടഡ് ദിസ് ഓർഗനൈസേഷൻ. എന്നിട്ട് ഐ വുഡ് കോൾ ദ എഡിറ്റേഴ്സ് ആൻഡ് പബ്ലിഷേഴ്സ്, ചെറുപ്പക്കാരെ പരിചയം കൊടുക്കും. സോ അവർക്ക് ഇങ്ങനെയെങ്കിലും ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ. പിന്നെ റെഗുലർലി ആ മീറ്റിങ്ങിന് ഐ വുഡ് കോൾ ദ കോൺസൽ, അവിടുത്തെ അമേരിക്കൻ കോൺസൽ വോൾട്ടർ വൈറ്റ്, ഐ വുഡ് കോൾ ദ സ്പാൻ എഡിറ്റർ, ഐ വുഡ് കോൾ സോവിയറ്റ് ലാൻഡിൻ്റെ അവാർഡ് കൊടുക്കുന്ന ആളാണ് KM ബാസൻ കിഷൻ ചന്ദ. പിന്നെ റഷ്യൻ കോൺസൽ വോൾട്ടർ ലൈഫ്, ഇന്ത്യയെ പറ്റി അറിയാത്തില്ല സ്കോളർ. സോ അങ്ങനത്തെ ആളുകളെയൊക്കെ വിളിച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ദ യങ് ടു ദം സോ ദാറ്റ് ദേ ഓൾ ഗോട്ട് എ ചാൻസ്. അമേരിക്കയിൽ പോകാനും അവിടെ പോകാനും ജർമ്മനിയിൽ പോയിട്ട് ഡാൻസ് ചെയ്യാനും. സോ അങ്ങനെ ഐ കുഡ് ഡു ദാറ്റ് ആ കാലത്ത്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുക മനസ്സിൽ എന്നെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല കേരള. മലയാളത്തിൻ്റെ ഒരേ ഒരു മാധവിക്കുട്ടിയുമായിട്ടുള്ള ഈ സർഗസംഭാഷണം അവസാനിക്കുന്നില്ല. അടുത്തയാഴ്ച ഇതേ ദിവസം വീണ്ടും മാധവിക്കുട്ടിയുമായി ഞങ്ങൾ വരുന്നതാണ്.